വർഷങ്ങൾക്ക് മുൻപ് മൈക്കിന് മുൻപിൽ തിളങ്ങി ഒന്നാമതെത്തിയ ഒരു കൊല്ലംകാരിയുമായിട്ടാണ് ഇന്ന് കൊല്ലംകാരൻ സനകൻ എത്തുന്നത്. പ്രസംഗ മത്സരം ആരംഭിക്കുകയാണ്. കലോത്സവ ഓർമ്മകളാണ് ഇത്തവണത്തെ വിഷയം. ചെസ് നമ്പർ 616 ഓൺ സ്റ്റേജ്. സഹൃദയ സദസ്സിന് സാദരം കൂപ്പുകൈ. ബഹുമാന്യരായ വിധികർത്താക്കളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കൂട്ടുകാരെ, മറവികൾക്കെതിരെയുള്ള ഓർമ്മകൾ കൊണ്ടുള്ള സമരമാണ് ജീവിതം. കഴിഞ്ഞകാല ഓർമ്മകളും വരും കാലത്തെക്കുറിച്ചുള്ള മോഹങ്ങളുമാണ് മനുഷ്യനെ മുമ്പോട്ട് നയിക്കുന്നത്. കലോത്സവ ഓർമ്മകൾ എന്ന വിഷയത്തെക്കുറിച്ച് ഇന്നിവിടെ നിങ്ങളുമായി സംസാരിക്കുമ്പോൾ ഓർമ്മകളുടെ ഒരു തിരയിളക്കം തന്നെയാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഒരു വട്ടം കൂടി എൻ ഓർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ. ONV സാറിന്റെ വരികൾ അവസാനിക്കുന്നത് വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം എന്നാണ്. പക്ഷെ സ്കൂൾ കലോത്സവം എന്ന് പറയുമ്പോൾ പ്രസംഗം തന്നെയല്ലേ? അതെ അതെ, സ്കൂൾ കലോത്സവത്തിൽ സ്റ്റേറ്റ് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുക. സ്റ്റേറ്റിൽ ഒരു തവണ ഫസ്റ്റ്, ഒരു തവണ സെക്കൻഡ്, A ഗ്രേഡൊക്കെ കിട്ടി. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കും? പ്രണയത്തെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയുന്നത്? പ്രണയം എന്ന് പറയുന്നത് മനുഷ്യനെ മുമ്പോട്ട് നയിക്കുന്ന ഏറ്റവും ഏറ്റവും ഉത്തരം പറ. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നമ്മൾ ഏറ്റവും ആർദ്രമായി സൂക്ഷിക്കുന്ന ഒരു വികാരമാണല്ലോ. അപ്പോൾ എല്ലാവരെയും പോലെ പ്രണയം ഹൃദയത്തിൽ സൂക്ഷിക്കുക. പകച്ചുപോയി എന്റെ ബാല്യം. പോകുമ്പോ സ്നേഹം കിട്ടാതെ വിതുമ്പി നിന്ന ഞാൻ അതിനായി ഇറങ്ങി ഓടി. എന്താണ് വിവാഹത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ? വിവാഹം എന്നായിരിക്കും നമ്മൾക്ക് പ്രതീക്ഷിക്കാവോ? ഉടനെ വരാൻ പറ്റുമോ? പങ്കെടുക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള നല്ല ബെസ്റ്റ് പെണ്ണാണ് ഞാൻ കണ്ടിട്ടുണ്ട്. അയ്യേ, ഇതാണ് നീ പറഞ്ഞ ബെസ്റ്റ് പെണ്ണ്. പുളു അടിക്കുന്നതിനും സോറി. അല്ല, വിവാഹം അത് സ്വാഭാവികമായും ഉള്ള മനുഷ്യന്റെ യാത്രക്കിടയിൽ വിവാഹം സംഭവിക്കുമല്ലോ. അപ്പം തീർച്ചയായിട്ടും വിവാഹം നടക്കും. സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.